ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ ഈ നമ്മൾ ഒന്നിച്ചുറങ്ങീലേ ഒന്നിച്ചുണർന്നീലേ ഒന്നറിഞ്ഞീലേ നമ്മൾ എന്നാലും ഈ നമ്മൾ പിരിയണമെന്നാലോ കയ്യൊപ്പു നൽകാതെ വിട ചൊല്ലുമെന്നാലോ മറന്നൊന്നു പോകാനാകുമോ? കലക്കി സൂപ്പർ. ഈ ഡോക്ടറും രോഗിയും എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പുറംതിരിഞ്ഞു നിൽക്കുന്നത്? അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ആലോചനയില്ല. ഒരുത്തൻ പ്രേമിക്കുന്നതിനെ കുറിച്ച് മറ്റവൻ പ്രേമിപ്പിക്കുന്നതിനെ കുറിച്ച്. ഇത് രണ്ടും അല്ലെങ്കിൽ മറ്റന്നാ കോളേജിൽ നിന്ന് എങ്ങനെ ഊരിപ്പോരാ എന്നതിനെ കുറിച്ച്. ഈ ഇയർ എൻഡ് ഫംഗ്ഷൻ കൊടുക്കണമെങ്കിൽ ഈ പാട്ടും കൂത്തും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിനൊരു തീരുമാനം കൂടെ ഉണ്ടാവണം. അതുകൊണ്ട് അതെന്തായാലും അങ്ങനെ കണ്ടിന്യൂ ആയിട്ടെ. നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടി കണ്ടിന്യൂ. ആ പാട്ടൊന്നും കൂടെ പിടിച്ചേ, നമ്മുടെ ഓർമ്മകൾ ഇങ്ങോട്ട് വരട്ടെ. ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ തോളുരുമ്മി വന്നീ നമ്മൾ ആദ്യമായി നാം തമ്മിൽ കണ്ടോരാ നാളെന്നിൽ പുലരുന്നു വീണ്ടും നിൻ ചിരിയോടെ നിർമ്മലം നിൻ കണ്ണിൽ നിറഞ്ഞന്നു കണ്ടു ഞാൻ ഇളം വെണ്ണിലാവെന്റെ തളിർമാല്യം കൺമണി നിന്മയിൽ മഞ്ഞടിയും നാളിൽ പൊൻവെയിലിൻ തേരിൽ ഞാനോ ഭവനരുളി നിന്നിൽ ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ തോളുരുമ്മി വന്നീ നമ്മൾ തമ്മിലോ കാണാതെ നാളുകൾ പോയില്ലേ ഉരുകുന്നൊരീ നെഞ്ചിൽ കനലല്ലേ നൊമ്പരം കൊണ്ടോരോ പകൽ ദൂരമാഞ്ഞില്ലേ ഇരുൾ മേഘമോ മുന്നിൽ നിറഞ്ഞില്ലേ നാളെ വെയിൽ പൊന്നിൻ മാലയിടും നാമിനിയും കൈമാറില്ലേ നറുമൊഴിയിൽ സ്നേഹം ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ ഈ നമ്മൾ ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ തോളുരുമ്മി വന്നീ കലക്കി. അപ്പൊ അത് പറ, ചുമ്മാ അതല്ല നീ ഇത്ര നേരം ഒന്നും മിണ്ടാതെ വിദൂരതയിലേക്ക് നോക്കി സ്വപ്നം കണ്ടോണ്ടിരുന്നത്. മതി, നീ ആദ്യം പറഞ്ഞ കാര്യം കംപ്ലീറ്റ്. എങ്ങനെയുണ്ടായിരുന്നു വീട്ടുകാരുടെ റെസ്പോൺസ്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച പോലെ വലിയ ബഹളങ്ങളൊന്നും ഉണ്ടായില്ല. അമ്മച്ചി കിടന്ന് എന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ അപ്പച്ച മൈലുണ്ടെന്നും ആയില്ല. ഞാൻ പ്രേമൊന്നും പറഞ്ഞ് പുറകെ നടന്നിട്ടും എബിൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നുകൂടി അറിഞ്ഞോണ്ടായിരിക്കാം. എന്തായാലും അപ്പച്ചൻ എബിന്റെ വീട്ടുകാരുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞു. എന്നിട്ട് ഒടുക്കം ഒരു ഡയലോഗും. ആദ്യം നല്ലപോലെ പരീക്ഷ ചെയ്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും, എന്നിട്ട് ആലോചിക്കും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ ചലഞ്ചിന്റെ റിസൾട്ട് എന്ത് തന്നെ ആയാലും രണ്ട് വീട്ടുകാരും കൂടി നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും എന്നർത്ഥം. ഇതാണ് നീ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് പറഞ്ഞത്. ഇതങ്ങനെ വെറുതെ വിടേണ്ട കാര്യമൊന്നുമല്ല. നീ ഇനി അധികം ആലോചിച്ചോട്ടൊന്നും വേണ്ട, ഇവന്റെ കാര്യം ഓക്കെ ആയി. ഇവരെന്തോ ഓഫായ പോലെ നിൽക്കുന്നത്. എടാ വിനയ
എടാ നീ എന്തേലും ഒന്ന് പറയണം. ഞാൻ എന്ത് പറയാനാ?